എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല പാൻ ഇന്ത്യ തലത്തിൽ കാത്തിരുന്നൊരു സിനിമയാണ്. എമ്പുരാൻ സിനിമ ഇറങ്ങുന്നതിൻ്റെ തലേ ദിവസം വരെ ഒരുവിധം എല്ലാ സംസ്ഥാനങ്ങളിലും പോയിട്ട് സിനിമയുടെ അണിയറ പ്രവർത്തകരായിട്ടുള്ള മോഹൻലാൽ, പൃഥ്വിരാജ്, ഗോകുലം ഗോപാലൻ, ആന്റണി പെരുമ്പാവൂർ, മുരളി ഗോപി, മഞ്ജു വാര്യർ, ടോവിനോ തുടങ്ങി താരങ്ങളും അതിൻ്റെ പിന്നണിയിലുള്ള ആളുകളും അതിൻ്റെ നിർമ്മാതാക്കളും ഉൾപ്പെടെ എല്ലാവരും ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തിട്ട് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പോയിട്ട് അതിൻ്റെ പ്രൊമോഷൻ പരിപാടികളിലൊക്കെ പങ്കെടുത്തതാണ്. അതിൻ്റെ ബുക്ക് മൈ ഷോയിലെ ബുക്കിംഗ് ഓപ്പൺ ആയപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഒരു സിനിമയ്ക്ക് കിട്ടാവുന്ന ബുക്കിംഗ് കിട്ടിയ ചിത്രമാണ് എമ്പുരാൻ. ആദ്യത്തെ മണിക്കൂറിൽ ഇന്ത്യയിൽ ഓപ്പൺ ആയപ്പോൾ തന്നെ ആദ്യത്തെ മണിക്കൂറിൽ ബുക്ക് മൈ ഷോയുടെ സൈറ്റ് മുഴുവൻ ജാമാവുകയും 1 മണിക്കൂറിനുള്ളിൽ 1 ലക്ഷത്തിന് മേലുള്ള ടിക്കറ്റ് വിൽപ്പന നടത്തുകയൊക്കെ ചെയ്തിട്ട് അങ്ങനെ വലിയ ചർച്ച, വാർത്താ പ്രാധാന്യം കിട്ടിയ ഒരു സിനിമയാണ് എമ്പുരാൻ. എമ്പുരാൻ ഇറങ്ങിയപ്പോൾ മുതൽ ലുലു PVRൽ കണ്ടിന്യൂസ് ഷോ നടത്തിയ, അല്ലെങ്കിൽ ലുലു PVR കണ്ടിന്യൂസ് ആയിട്ട് ഒരു സിനിമയ്ക്ക് വേണ്ടി ഓപ്പൺ ചെയ്തു കൊടുത്ത ഒരു ചിത്രം കൂടിയാണ് എമ്പുരാൻ എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോൾ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ വാർത്തകളിൽ ഇടം പിടിക്കുന്നത് ആ എമ്പുരാൻ എന്ന സിനിമയ്ക്കകത്തെ അതിനകത്തെ ഒരു ചെറിയൊരു കോണ്ടന്റിനെ ബേസ് ചെയ്തിട്ടാണ്. സംഘപരിവാർ ശക്തികളാണ് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്കെതിരായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അവർ പറയുന്നത് സംഘപരിവാറിനെ താറടിച്ച് കാണിക്കുന്ന രീതിയിൽ ഗുജറാത്ത് കലാപം അതിനകത്ത് ചിത്രീകരിച്ചിട്ടുണ്ട്, അത് പിൻവലിക്കണം, ഒരുപാട് ഭാഗങ്ങൾ അതിനകത്ത് നിന്ന് വെട്ടിമാറ്റണം, എന്നിട്ട് റീസെൻസർ ചെയ്യണം, അതിനുശേഷം മാത്രമേ ഇനി സിനിമ പ്രദർശനത്തിന് വിടാവൂ എന്ന രീതിയിലുള്ള ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ആ ആവശ്യങ്ങളൊക്കെ അംഗീകരിക്കുന്ന രീതിയിൽ 17 സീനുകൾ അതിനകത്ത് നിന്ന് കട്ട് ചെയ്ത് മാറ്റി വില്ലന്റെ പേര് വരെ മാറ്റിയിട്ടാണ് ഇനി ആ സിനിമ തിങ്കളാഴ്ച മുതൽ പ്രദർശിപ്പിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ മോഹൻലാൽ ഇന്നൊരു ഖേദപ്രകടനം നടത്തുകയുണ്ട്. അതായത് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയിൽ ഒരു പ്രത്യേക വിഭാഗം ആളുകളെ സങ്കടപ്പെടുന്ന, അല്ലെങ്കിൽ അവർക്ക് എതിരായിട്ടുള്ള രീതിയിൽ ആ സിനിമയുടെ ഒരു ഭാഗം ചിത്രീകരിക്കപ്പെട്ടു എന്നൊരു ആക്ഷേപം വന്നിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ ആ ഭാഗങ്ങൾ കട്ട് ചെയ്യുന്നു, എന്നെ ആ വേദനിക്കപ്പെട്ട ആളുകൾക്ക് അവിടെ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് കേരളവുമായിട്ട് യാതൊരു പുലബന്ധവും ഇല്ലാത്ത ഒരു സിനിമ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ പ്രദർശിപ്പിച്ചപ്പോൾ അതിനെതിരെ കേരളത്തിൽ നിന്ന് വലിയ പ്രതിഷേധം വന്നപ്പോൾ അത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്നും അത് സിനിമയാണ് എന്നും പറഞ്ഞു നടന്ന ആളുകളാണ് ഇപ്പോൾ ഈ സിനിമയ്ക്കകത്ത്, എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഒരു സംഘപരിവാർ ശക്തികളെ താറടിക്കുന്ന രീതിയിലുള്ള ഒരു സാധനമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇത്രയും വലിയ പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം.